CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിക്ക് കുരുക്ക് മുറുകുകയാണ്. വീണയ്ക്ക് സമൻസ് അയക്കുന്നതിൽ നിന്ന് തീരുമാനമുണ്ടായേക്കും. ഇഡിയുടെ നിർണായക അവലോകന യോഗം ഇന്ന് നടക്കും. റെയ്ഡിൽ ആവശ്യമായ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഇഡി പറയുന്നു. ശരണസ് കർത്തിയെയും CMRL ഉദ്യോഗസ്ഥരെയും വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, വീണ വിജയൻ ഇഡിയുടെ ചോദ്യമുനയിലേക്ക് വരികയാണ്. ഇഡി പറയുന്നത്, ഇഡിയുടെ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ചില നിർണായകമായിട്ടുള്ള തെളിവുകൾ വീണയ്ക്കെതിരെ ഉണ്ടെന്നാണ്. സമൻസ് അയക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ തീരുമാനമുണ്ടാകുമോ? എന്തായാലും ഇന്ന് ഇഡി ഓഫീസിൽ ഒരു അവലോകന യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ പ്രധാനമായും അവർ ചർച്ച ചെയ്യുന്നത് നേരത്തെ ശേഖരിച്ച വിവരങ്ങൾ, അതായത് വീണ വിജയന്റെയും ശശിധരൻ കർത്തയുടെയും ഒക്കെ വീട്ടിൽ നിന്നും ശേഖരിച്ച തെളിവുകൾ, ഇതെല്ലാം പരിശോധിച്ച ശേഷം എപ്പോഴായിരിക്കും വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിന് വേണ്ടി നോട്ടീസ് അയക്കുക എന്നതായിരിക്കും. എന്തായാലും ഇന്ന് തന്നെ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. അതിനു മുന്നോടിയായി എന്തൊക്കെ തെളിവുകളാണ് വീണ വിജയനെതിരെ ഇഡി ശേഖരിച്ചതെന്ന് അറിയേണ്ടതുണ്ട്. ഇഡിയുടെ പത്രക്കുറിപ്പിലടക്കം പറയുന്നത് ഒരു മൊബൈൽ ഫോൺ, വീണ വിജയന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട്, ശശിധരൻ കർത്തയുടെ ലാപ്ടോപ്പ്, അതോടൊപ്പം തന്നെ ഇവർ രണ്ടുപേരുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ നിന്നും ഇവരുടെ ബാങ്ക് അക്കൌണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, മറ്റ് ചില തെളിവുകൾ എന്നിവ ലഭിച്ചു എന്നാണ് ഇഡി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതിനെ അവർ വിശദമായി പരിശോധിക്കും. അതിൽ എക്സാലോജിക്കിനെയും CMRLനെയും ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഇഡി വ്യക്തമാക്കുന്നത്. അത് വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും വീണ വിജയനെ വിളിച്ചു വരുത്തുക. ആദ്യം ഇഡി ഉദ്യോഗസ്ഥർ കരുതിയത് ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്തതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം മാത്രം വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ മതിയെന്നായിരുന്നു. പക്ഷേ നമുക്കറിയാം, നേരത്തെ ഈ റെയ്ഡിന് ശേഷം ഇഡി ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള നടപടികളൊക്കെ, ഇഡി ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് വീണ വിജയനെതിരായിട്ടുള്ള നടപടി കടുപ്പിക്കുക, വേഗത്തിലാക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് ഇഡി ഉദ്യോഗസ്ഥർ എത്തുകയായിരുന്നു. കാരണം കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ഇഡി ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ഈ കേസിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്, അന്ന് ഉണ്ടായ അക്രമം അത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു, എങ്ങനെയാണ് അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് തുടങ്ങിയ വിശദീകരണമൊക്കെ കേന്ദ്രം ചോദിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണം എത്രയും വേഗത്തിലാക്കി കേന്ദ്രത്തിനടക്കം മറുപടി നൽകുവാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ വീണ വിജയനെയും അതോടൊപ്പം തന്നെ ശശിധരൻ കർത്തയെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് അറിയാനായി സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ശശിധരൻ കർത്തയുടെ മകൻ ശരണസ് കർത്തേനെയും ചോദ്യം ചെയ്തേക്കും. ശശിധരൻ കർത്തയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ആശുപത്രിയിലാണ്. പകരം ഉണ്ടായിരുന്നത് മകനാണ്. മകനിപ്പോൾ ബോർഡ് അംഗം കൂടിയാണ്, CMRL ബോർഡ് അംഗം കൂടിയാണ്. മകനിൽ നിന്നും വിശദമായ മൊഴിയെടുത്തിരുന്നു. പക്ഷെ മകൻ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയുമായി നടത്തുന്ന മറ്റ് ഇടപാടുകളെക്കുറിച്ച് അറിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് ഇഡി പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടുമില്ല. ശരൺസ് കർത്തയെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ഇനി എന്നാണ് ഇവർക്ക് നോട്ടീസ് അയച്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന തീയതി മാത്രം അറിയാൻ മതിയാകും. തീർച്ചയായും നവമി, എന്തായാലും ഇനി ചോദ്യം ചെയ്യലേറെ നിർണായകമാണ്. വീണയുമായി പണമിടപാട് നടത്തിയതിൻ്റെ കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് ഇഡി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ റെയ്ഡ് സംബന്ധിച്ചുള്ള റിവ്യൂ മീറ്റിംഗ് ഉൾപ്പെടെ ഇന്ന് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പിടിച്ചെടുത്ത രേഖകളുടെ, ഡിജിറ്റൽ ഉപകരണങ്ങളുടെയൊക്കെ പരിശോധന ഉടൻ തന്നെ ആരംഭിക്കുമോ? അതോടൊപ്പം ഈ വീണയുടെ ഫോൺ, പിടിച്ചെടുത്ത ഫോൺ, അതിൻ്റെ പരിശോധന ഏറെ നിർണായകമല്ലേ? അതെങ്ങനെയായിരിക്കും? കാരണം അതിൻ്റെ പാസ്വേഡ് വേണം. വീണ വിജയനെ ഈ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ച ശേഷമായിരിക്കുമോ ഈ ഫോണുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ആരംഭിക്കുക? കൊച്ചിയിലെ ഇഡി ഓഫീസിൽ അവലോകന യോഗം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ അവലോകന യോഗത്തിലാണ് ശേഖരിച്ച തെളിവുകളടക്കം ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്. ഒരു മൊബൈൽ ഫോൺ, വീണ വിജയന്റെ മൊബൈൽ ഫോണും ശശിധരൻ കർത്തയുടെ ലാപ്ടോപ്പുമാണ് പിടിച്ചെടുത്തത്. ഇത് രണ്ടും ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്നാണ് ഇഡി വൃത്തങ്ങളിൽ നിന്നും അറിയാനായി സാധിക്കുന്നത്. ഇന്നലെയൊക്കെ ആദ്യം ഇഡി ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് ഈ പിടിച്ചെടുത്ത ഫോൺ വീണയുടെ സാന്നിധ്യത്തിൽ തന്നെ തുറക്കേണ്ടതുണ്ട്, തുറന്നാൽ മതിയാകും
എന്നായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥർ ആദ്യം പറഞ്ഞത്. കാരണം അതിന്റെ പാസ്വേഡ് ഉണ്ട്, അത് വീണയിൽ നിന്ന് തന്നെ വീണയുടെ സാന്നിധ്യത്തിൽ തന്നെ അത് തുറന്ന് പരിശോധിക്കാം. അതിൽ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട ചില ഈ സാമ്പത്തിക ഇടപാടിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിന്റെ എഗ്രിമെന്റിനെ കുറിച്ചോ ഏതെങ്കിലുമൊക്കെ തെളിവുകൾ കണ്ടെത്താൻ സാധിക്കുമെന്നായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം ചെന്നൈയിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ അന്ന് വീണ വിജയൻ പറഞ്ഞത് ഈ CMR കമ്പനിയുമായി നടത്തിയ ചാറ്റുകൾ അല്ലെങ്കിൽ അവരുമായി നടത്തിയ സംഭാഷണങ്ങളെല്ലാം ഫോൺ വഴിയായിരുന്നു. ഫോണിൽ മെയിലായിട്ടും മെസ്സേജുമായിട്ടായിരുന്നു ആശയവിനിമയം നടത്തിയതെന്നാണ്. അതെന്തായാലും എന്തൊക്കെ ആശയവിനിമയമാണ് നടത്തിയതെന്ന് കണ്ടെത്തണമെങ്കിൽ വീണയുടെ സാന്നിധ്യത്തിൽ തന്നെ ഫോൺ തുറന്ന് പരിശോധിച്ചാൽ മതി എന്ന് ആദ്യം ഇ ഡി ഉദ്യോഗസ്ഥർ കരുതിയെങ്കിൽ പോലും അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വിശദാംശങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉള്ളതിനാൽ അത് ശാസ്ത്രീയ പരിശോധനയിലൂടെ അത് തിരിച്ചെടുത്തതിന് ശേഷം പിന്നീടുള്ള നടപടികളിലേക്ക് പോയാൽ മതിയെന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ പിന്നീട് തീരുമാനിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ തന്നെ ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്ന് ഇ ഡി വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാകുന്നു. അവരത്തരത്തിലുള്ള വിവരമാണ് കൈമാറുന്നത്. എന്തായാലും ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്ന വിവരങ്ങൾ, ചില പേപ്പറുകൾ, ഇവരുടെ ബാങ്ക് അക്കൌണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, വീണയുടെ 3 അക്കൌണ്ടുകളാണ് ഫ്രീസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു HDFC ബാങ്കിന്റെ ഉൾപ്പെടെ 3 അക്കൌണ്ടുകൾ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ ഇതെല്ലാം വിശദമായി പരിശോധിക്കുകയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ. എന്നാലും വീണയുടെ അക്കൌണ്ടിലേക്കും എക്സാലോജിക്കിന്റെ അക്കൌണ്ടിലേക്കും ഒക്കെയായിട്ടാണ് ഈ CMR കമ്പനിയിൽ നിന്നും പണം വന്നിട്ടുള്ളതെന്നാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷെ അതെന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് സേവനമാണ് വീണയുടെ കമ്പനി നൽകിയിരിക്കുന്നത്? അങ്ങനെ സേവനം നൽകിയതായി കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഇതിലൊരു കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടെന്ന നിഗമനത്തിൽ ഇ ഡി എത്തുകയും ഇതിനെ തുടർന്ന് ഒരു അന്വേഷണത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. എന്തായാലും വീണയെ ചോദ്യം ചെയ്യും. അതിനു മുൻപായി ഇപ്പോൾ ശേഖരിച്ച വിവരങ്ങൾ പരിശോധിക്കുക എന്നതാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നവമി, അതോടൊപ്പം നവമി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീണ വിജയന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ 100 കണക്കിന് അക്കൗണ്ടുകൾ മരവിപ്പിച്ചുവെന്നാണ് ഇ ഡി വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന വിവരം. ഏകദേശം 18 കോടി രൂപയോളം മരവിപ്പിച്ചുവെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം മറ്റ് നടപടികൾ, കാരണം റെയ്ഡ് പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ടോ അതോ ഇനിയും ഈ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി പരിശോധനകൾ നടത്തേണ്ട കാര്യമുണ്ടോ? എന്തായാലും ഒരു ദിവസമായിരുന്നു, കഴിഞ്ഞ ദിവസമാണ് രാവിലെ 6 മണി മുതൽ ആരംഭിച്ച റെയ്ഡ്. 12 ഇടങ്ങളിലുണ്ടായിരുന്നു. അത് വീണ വിജയന്റെ വീട്, പിണറായി വിജയന്റെ വീട്, അതോടൊപ്പം തന്നെ ശശിധരൻ കർത്തയുടെ വീട്, ഓഫീസ്, അതുമായി ബന്ധപ്പെട്ട മറ്റ് ആളുകളുടെ, ഈ കമ്പനിയുമായി 2 കമ്പനികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ഓഫീസുകൾ, വീടുകൾ എന്നിവിടങ്ങളിലായിരുന്നു പരിശോധന നടത്തിയത്. മൊത്തം 12 ഇടങ്ങളിൽ പരിശോധന ഉണ്ടായിരുന്നു. ആ 12 ഇടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ശേഖരിച്ച വിവരങ്ങളാണ് ഇപ്പോൾ ഇ ഡി ക്രോഡീകരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. വൈകിട്ട് 7 മണി കഴിഞ്ഞിട്ടും പലയിടങ്ങളിലും റെയ്ഡ് തുടർന്നിരുന്നു. തിരുവനന്തപുരത്തെ റെയ്ഡൊക്കെ ഉച്ചയോടുകൂടി അവസാനിച്ചെങ്കിൽ പോലും കൊച്ചിയിൽ ശശിധരൻ കർത്തയുടെ വീട്ടിലെ റെയ്ഡ് 7:30യോടുകൂടിയാണ് അവസാനിച്ചത്. ഓഫീസിലെ റെയ്ഡ് വൈകിട്ടോടുകൂടിയും അവസാനിച്ചു. എന്തായാലും നിലവിൽ വീണ്ടും ഒരു റെയ്ഡ് നടത്തേണ്ടതുണ്ടോ എന്ന് ഉള്ള വിവരങ്ങളൊന്നും ഇഡിയിൽ നിന്നും ലഭിക്കുന്നില്ല. ഒരു ദിവസത്തെ റെയ്ഡിൽ ലഭിച്ച വിവരങ്ങൾ പരിശോധിച്ചതിനു ശേഷം മാത്രം കൂടുതൽ നടപടികളിലേക്ക് കടന്നാൽ മതി എന്നാണ് ഇഡിയും അറിയിക്കുന്നത്. പക്ഷെ അവരുടെ അടുത്ത ലക്ഷ്യം ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്നതാണ്. ശേഖരിച്ച വിവരങ്ങളിൽ നിന്നും കൂടുതലായി എന്തെങ്കിലും ഇവർ പ്രതികളാക്കപ്പെട്ടിരിക്കുന്ന പ്രതികളിൽ നിന്നുമൊക്കെ ലഭിക്കുമോ എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം അടുത്തതായി നടത്തുന്ന ലക്ഷ്യം. എന്തായാലും അതിനുവേണ്ടി ഇവരെ, വീണയെ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. അതിനുവേണ്ടി സമൻസ് അയക്കാനായി കാത്തിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വീണ വിജയൻ ഉടൻ തന്നെ സമൻസ് അയക്കും. ഇന്നത്തെ റിവ്യൂ മീറ്റിംഗിന് ശേഷം കൂടുതൽ നടപടികൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.